ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു സ്പെഷ്യൽ ദോശ റെസിപ്പി പറഞ്ഞു തരാവേ. അപ്പൊ ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ചെമ്മീൻ, ചക്കക്കുരു വേവിച്ചെടുത്തത്, പിന്നെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെന്താ തക്കാളി. അപ്പൊ ഇതെല്ലാം ആവശ്യമേ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ ചെമ്മീനില്ലേ എടുത്ത് നല്ല കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം, ഉപ്പും ചേർത്തിട്ട്. നമുക്ക് ഈ ദോശയിലൊക്കെ കുറച്ച് വെറൈറ്റി ഒക്കെ പരീക്ഷിച്ച് കഴിക്കാം എന്നുള്ളവർക്ക് പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യണേ. ഇനി ഞാൻ വേവിച്ചെടുത്ത ചെമ്മീൻ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണേ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെന്താ സവാള, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഇതെല്ലാം ഒരു പകുതി വേവിലെത്തുമ്പം വേണം കേട്ടോ നമ്മൾ തക്കാളി ഇടാനായിട്ട്. തക്കാളി ഒരിക്കലും നമ്മൾ നേരത്തെ ഇടാൻ പാടില്ല, കാര്യം ഇട്ടതെല്ലാം കൂടെ അടുക്കി പിടിക്കും. അതുകൊണ്ട് എന്തായാലും തക്കാളി അത് കഴിഞ്ഞിട്ട് ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ ഈ വഴറ്റിയെടുത്തിരിക്കുന്ന സാധനത്തിലോട്ട് നമ്മുടെ ചെമ്മീൻ കുടഞ്ഞിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് എടുക്കണേ. ഈ സമയത്ത് വേണം ഇനിയുള്ള മസാലാസ് എല്ലാം ആഡ് ചെയ്യേണ്ടത്. അതിനെന്തൊക്കെ അറിയാവാ? മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഇത്രയും മാത്രം മതി കേട്ടോ. പിന്നെ ഉപ്പും ആവശ്യത്തിന് നമുക്കനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനിയാണ് അടുത്ത സർപ്രൈസ്. എന്താന്ന് ചക്കക്കുരു ആണേ. അതെ, ചക്കക്കുരു നന്നായിട്ട് വേവിച്ച് കരിന്തൊലിയോട് കൂടെ തന്നെ നമ്മൾ ഉപയോഗിക്കണേ, എങ്കിലേ ഗ്യാസ് നമുക്ക് കയറാതിരിക്കത്തുള്ളൂ. എന്നിട്ട് വേവിച്ച് നമ്മുടെ ഈ മിക്സിയിലോട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഈ മിക്സിയിലോട്ട് ഒന്ന് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ യോജിക്കുന്ന രീതിയിൽ ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ ദോശയ്ക്കുള്ള മസാല. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലേ, തലേ ദിവസം നന്നായിട്ട് അരച്ച് പുളിക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ദോശമാവ് എടുക്കുക. ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നല്ല വലുപ്പത്തിൽ അങ്ങോട്ട് ദോശ അങ്ങോട്ട് പരത്തിയെടുക്കണം. ദോശ വലുപ്പത്തിലും അത് നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റിയ എളുപ്പവഴിയാണ് കേട്ടോ ഇത്. ഒന്നെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്, ഇല്ലെങ്കിൽ ഒരു സ്റ്റീൽ കറിഡപ്പ ഇല്ലേ, അതിനെടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പരത്തുവാണെങ്കിൽ പെട്ടെന്ന് പരത്തി നമുക്ക് നല്ല നൈസായിട്ട് കിട്ടുന്നതാണേ. ഇനി എന്താ, നമ്മുടെ മൊരിഞ്ഞു വന്ന ഈ ദോശയിലോട്ട് നമ്മുടെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ മസാല ദോശയൊക്കെ മടക്കുന്ന അതേ രീതിയിൽ തന്നെ മടക്കി നല്ല സൂപ്പറായിട്ട് നല്ല ചട്നിയും കൂട്ടി നമുക്ക് കഴിച്ചാൽ അടിപൊളി മസാല ദോശ. എന്ത് മസാല ദോശ അറിയാലോ? ചക്കക്കുരു, ചെമ്മീൻ കൂടെ ചേർത്ത നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റുള്ള മസാല ദോശ റെഡിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.